ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാം ഈ വിശുദ്ധ നോമ്പ് കാലത്ത് സൗമ റംബ കാലത്തായിരിക്കുമ്പോൾ സഭാമാതാവ് നമ്മെ ഒരു ആത്മീയ നവീകരണത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. പൗരസ്ത്യ സുറിയാനി സഭാപിതാവായ മാർ അബ്രഹാം ഇപ്രകാരം പഠിപ്പിക്കുന്നു: നീ ആഹാരത്തിൽ നിന്ന് ഉപവസിക്കുന്നുവെങ്കിൽ നിന്റെ ഹൃദയം പാപത്തിൽ നിന്നുകൂടി ഉപവസിക്കട്ടെ. ഈ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നോമ്പുകാലം നാം ഭക്ഷണത്തെ ഒഴിവാക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല, മറിച്ച് നാം ആകുന്ന വ്യക്തിയെ കുറിച്ച് കൂടിയാണ് എന്നുകൂടിയാണ്. നോമ്പ് വെറും വയറിന്റെ ശൂന്യതയല്ല, ഹൃദയത്തിന്റെ ശുദ്ധീകരണമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ അധിഷ്ഠിതമാണ് ഈ ചിന്തകൾ. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2:12 കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു: ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ. ഇത് ഭയത്തിന്റെ കൽപ്പനയല്ല, സ്നേഹത്തിന്റെ ക്ഷണമാണ്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളെയാണ്, അർദ്ധ മനസ്സുള്ള ഭക്തിയല്ല, മറിച്ച് പൂർണ്ണ ഹൃദയത്തോടുള്ള തിരിച്ചുവരവാണ്. നമ്മുടെ പിതാവായ മാർ തോമാസ് ലീഹായുടെ മാർഗം പിന്തുടരുന്ന നമ്മുടെ പൂർവികർ മാർത്തോമാ നസ്രാണികൾ ഒരു കാലത്ത് ഉപവാസത്തിന്റെ സുഹൃത്തുക്കൾ എന്നറിയപ്പെട്ടിരുന്നു. അവർ കഷ്ടതയെ സ്നേഹിച്ചതുകൊണ്ടല്ല, മറിച്ച് ആത്മീയ ശിക്ഷണത്തിന്റെ ശക്തി മനസ്സിലാക്കിയതുകൊണ്ടാണിത്. നോമ്പുകാലം ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെ ബാധിക്കുന്ന എന്തിൽ നിന്നുമുള്ള വിട്ടുനിൽക്കലാണ്. ഇന്നത്തെ ലോകത്ത് നോമ്പ് ഭക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല, മറിച്ച് ഉപവാസത്തിന് പുതിയ രൂപങ്ങൾ ഉണ്ടായിരിക്കുന്നു. പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ഈ വർഷത്തെ തന്റെ നോമ്പുകാല സന്ദേശത്തിൽ ഡിജിറ്റൽ ഉപവാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെയും സാമൂഹ്യ മാധ്യമങ്ങളുടെയും അതിപ്രസരത്തിൽ നിന്ന് ഒരു പടി വിട്ടു നിൽക്കുന്നത് നോമ്പിന്റെ ചൈതന്യവും അർത്ഥവത്തായ പ്രാർത്ഥനാനുഭവവും വീണ്ടെടുക്കാൻ നമ്മെ സഹായിക്കും. ആധുനികതയുടെയും വ്യഗ്രതകളുടെയും ഈ ലോകത്തിൽ ദൈവത്തിന്റെ സ്വരം വീണ്ടും കേൾക്കാൻ ഇത് നമ്മെ സഹായിക്കുന്നു. നോമ്പുകാലം വ്യക്തിപരമായ നവീകരണത്തിനുള്ള സമയം മാത്രമല്ല, നമ്മുടെ സഭാകുടുംബം മുഴുവന്റെയും നവീകരണത്തിനുള്ള സമയമാണ്. ഓരോരുത്തരും വിശുദ്ധിയിൽ വളരുമ്പോൾ സഭയും സമൂഹം മുഴുവനും ശക്തമാകുന്നു. നമ്മുടെ കുടുംബങ്ങൾ കൂടുതൽ സ്നേഹപൂർവമാകുന്നു, നമ്മുടെ ഇടവകകൾ കൂടുതൽ സജീവമാകുന്നു, നമ്മുടെ സമൂഹം കൂടുതൽ കരുണാപൂർവമാകുന്നു. നോമ്പുകാലം നമ്മുടെ ആത്മീയ ജീവിതം നവീകരിക്കാൻ മാത്രമുള്ള സമയമല്ല, പൊതുജീവിതവും നവീകരിക്കാനുള്ള വിളി കൂടിയാണത്. നമ്മുടെ സംസാരവും പ്രവൃത്തികളും ജോലി സ്ഥലങ്ങളും ലോകത്തിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതിനുള്ള അവസരങ്ങളാണ്. ആത്മീയ നിയന്ത്രണം സത്യസന്ധതയിലേക്ക് നയിക്കുന്നു, പ്രാർത്ഥന നീതിയിലേക്ക് നയിക്കുന്നു, ഉപവാസം കരുണയിലേക്കും നയിക്കുന്നു. ഇവ ഒത്തുചേർന്ന് നാം പോകുന്ന എല്ലായിടത്തും ഈശോ മിശിഹായെ പ്രതിഫലിപ്പിക്കുന്ന ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ഈ വിശുദ്ധ കാലത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഉപവാസത്തിന്റെ യഥാർത്ഥ സുഹൃത്തുക്കളായി, വിശുദ്ധിയുടെ യഥാർത്ഥ അന്വേഷകരായി, ഈശോ മിശിഹായുടെ സ്നേഹത്തിന്റെ യഥാർത്ഥ സാക്ഷികളായി നാം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.